മുഖ്യമന്ത്രി ചർച്ചയിൽ മുസ്ലിം ലീഗിനെതിരെ കെ.സി. പക്ഷം മുസ്ലിം ലീഗിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ കോൺഗ്രസ് ഇടപെടാറില്ലെന്നും അങ്ങനെയാകണം തിരിച്ചെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. പരസ്പര ധാരണയോടുകൂടി വേണം മുന്നോട്ടു പോകാനെന്നും മാത്യു കുഴൽനാടൻ കൂട്ടിച്ചേർത്തു. ഞാൻ മുസ്ലിം ലീഗിന്റെ നിയമസഭാ കക്ഷി നേതാവ് ഇന്നയാളാകണമെന്ന് കോൺഗ്രസ് പറയൂ? കേരള കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവ് ഇന്നയാളാകണമെന്നാണ് ഞങ്ങളുടെ താല്പര്യം. കോൺഗ്രസ് ആരോടും പറയൂ. അല്ലെങ്കിൽ RSPയുടെ നേതാവ് ഇന്നയാളാകണം, RSPയുടെ മന്ത്രി ഇന്നയാളാകണം, കേരള കോൺഗ്രസിന്റെ മന്ത്രി ഇന്നയാളാവുന്നതാണ് നല്ലത്. മുസ്ലിം ലീഗിന് അങ്ങനെ ആരും പറയൂ? അങ്ങനെ പറഞ്ഞിട്ട് ഡോണ്ട് മേക്ക് കൺഫ്യൂഷൻസ്. ഇതിൻ്റെ അകത്തെല്ലാം നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോൾ ആരും അതിനൊരു ഒരു ലക്ഷ്മണരേഖയുണ്ട്. ആ ലക്ഷ്മണരേഖ ആരും ക്രോസ് ചെയ്യാറില്ല, ക്രോസ് ചെയ്യത്തില്ല. അത് രാഷ്ട്രീയ മര്യാദയാണ് അങ്ങോട്ടും കൂടും കാണിക്കുന്നത്. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, മുസ്ലിം ലീഗിന്റെ അഭിപ്രായ പ്രകടനത്തിൽ കെ.സി. പക്ഷം കടുത്ത അതൃപ്തിയിലാണോ? കടുത്ത അതൃപ്തിയുണ്ട്. MLA-മാരുടെയൊക്കെ പിന്തുണ പരമാവധി ശേഖരിച്ച് കെ.സിയെ മുഖ്യമന്ത്രിയാക്കാം എന്നൊരു കണക്കൂട്ടലോടെ മുന്നോട്ട് പോകുമ്പോഴാണ് ലീഗിന്റെ ഭാഗത്തു നിന്ന് VD സതീശനെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണം വരുന്നത്. അത് സ്വാഭാവികമായും ഘടകകക്ഷികൾ മുഴുവനായും VD സതീശന് ഒപ്പമാണ് എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കാൻ സാധിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ആ പ്രസ്താവനയിൽ നിന്ന് ലീഗ് പിന്നോട്ട് പോയെങ്കിലും ഇപ്പോഴും ഈ ഘടകകക്ഷികളെല്ലാവരും VDക്കൊപ്പമാണ് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ഒരു വലിയ തരത്തിൽ പ്രചരണമായി മാറിയതോടുകൂടിയാണ് ഇതിനെതിരെ കടുത്ത വിമർശനവുമായി കെ.സി. പക്ഷം രംഗത്ത് വന്നിരിക്കുന്നത്. ലീഗിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ കോൺഗ്രസ് ഇടപെടാറില്ലല്ലോ. ലീഗിന്റെ നേതാവ്, നിയമസഭാ കക്ഷി നേതാവ് ആരാണെന്ന് തീരുമാനിക്കുന്നത് കോൺഗ്രസ് അല്ലല്ലോ. കേരള കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവ് ആരാണെന്ന് തീരുമാനിക്കുന്നത് കോൺഗ്രസ് അല്ലല്ലോ. അതോടൊപ്പം തന്നെ RSPയുടെയും അങ്ങനെയല്ലല്ലോ. അത് ഒരു മര്യാദയാണ്. ആ മര്യാദ ഇവരും കാണിക്കണം, ലീഗും കാണിക്കണം എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ മാത്യു കുഴൽനാടൻ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും മാത്യു കുഴൽനാടൻ ഇങ്ങനെ പറയുമ്പോഴും ലീഗിനെയും അതോടൊപ്പം തന്നെ RSPയെയും കേരള കോൺഗ്രസിനെയും എല്ലാം കേൾക്കാൻ വേണ്ടി ഹൈക്കമാൻഡ് തീരുമാനിച്ചിട്ടുണ്ട്. വൈകുന്നേരത്തോടുകൂടി അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കും. എന്തായാലും ഇനി അങ്ങനെ ഒരു കാര്യത്തിൽ കടുത്ത നിലപാടിലേക്ക് പോകരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് മാത്യു കുഴൽനാടനിലൂടെ കെ.സി. പക്ഷം മുസ്ലിം ലീഗിന് നൽകുകയും ചെയ്തിരിക്കുന്നത്. സിജോ വി ജോൺ ആണ് വിവരങ്ങൾ നൽകിയത്.